ഹായ് SSLC കുഞ്ഞുങ്ങളെ, +1 കുഞ്ഞുങ്ങളെ, SSLC കുഞ്ഞും +1 കുഞ്ഞുങ്ങളെയാണ് എനിക്കറിയാവുന്നത്. ഇപ്പം +2 കുഞ്ഞുങ്ങളെ ഇപ്പം എനിക്കറിയത്തില്ല, അവരെ ഞാനങ്ങ് കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോൾ SSLC കുഞ്ഞുങ്ങൾക്ക് മാർച്ച് 5-ാം തീയതി പരീക്ഷ തുടങ്ങും, 30-ാം തീയതി പരീക്ഷ അവസാനിക്കും. നിങ്ങൾക്കറിയാം ഇതൊക്കെ, എങ്കിലും ഞാൻ പറയുകയാണ്, SSLC എന്ന് പറയുന്ന ഒരു കടമ്പ, ബേസിക്കായിട്ട് നമുക്കൊരു പബ്ലിക് എക്സാം ഉണ്ടാകുന്നതും റിസൾട്ട് മേടിക്കുന്നതും ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതും ബേസിക്കായിട്ടുള്ള നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ്, അതാണ് SSLC സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ടകടകടകടകട പഠിച്ചോണം. വീട്ടിലിരുന്ന് ടൈം കിട്ടുമ്പോൾ എഴുതി നോക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം എഴുതി ടൈം ഈസ് മസ്റ്റ്. ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി പഠിക്കണം. എന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചിലർക്കൊരു നെഞ്ചിടിപ്പുണ്ട്. ഞാനൊക്കെ എഴുതുമ്പം വേറുള്ളവർക്ക് എക്സാം എന്ന് പറയുമ്പോഴും എൻ്റെ നെഞ്ചിടിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നെഞ്ചിടിപ്പിൻ്റെ ആ എണ്ണം ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് ഈ എക്സാം ടൈമിൽ എഴുതി തീർക്കണം. SSLC കുഞ്ഞുങ്ങളെ, +1 കുഞ്ഞുങ്ങളെ, +2 കുഞ്ഞുങ്ങളെ, എല്ലാവരും. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ ജനുവരി തീർന്നു അല്ലേ? ജനുവരി തീരാൻ ഇനി 3-4 ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ ഫെബ്രുവരി മോഡൽ എക്സാം. നെക്സ്റ്റ് നമ്മളങ്ങോട്ട് മാർച്ചിൽ നല്ല ക്ലൈമറ്റൊക്കെ നല്ല തിളച്ച് മറിയുന്ന ടൈമിലാണ് ഗൈസ്, കുഞ്ഞുങ്ങളെ ഗൈസ് എന്ന് വിളിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ല വിശ്രമം വേണം. നിങ്ങൾക്ക് മനസ്സ് നല്ല പ്ലസൻ്റ് ആയിരിക്കണം കേട്ടോ. രാവിലെ എണീക്കണം, എണീറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് ഒരു കാപ്പിയോ വല്ല പഴവർഗ്ഗങ്ങളോ പഴ ജ്യൂസോ ഒക്കെ കുടിച്ചിട്ട് പഠിക്കാനിരിക്കണം. മനസ്സ് നല്ല സ്റ്റേബിളാക്കി, നമ്മുടെ എയിമെന്ന് പറഞ്ഞാൽ നമുക്ക് SSLC ആണ് SSLC, +2 ആണെങ്കിൽ +2, +1 ആണെങ്കിൽ +1. ഈ എക്സാം മാത്രമായിരിക്കണം നമ്മുടെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം. നമ്മൾ എയ്യുന്ന അമ്പ് കറക്റ്റ് സർക്കിളിലുള്ള പോയിൻറ്റിൽ തന്നെ തറയ്ക്കണം. അതാണ് നമ്മുടെ എക്സാം. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. അതുപോലെ തന്നെ നമ്മളെ +1ൻ്റെ എക്സാമും ഈ SSLC എക്സാം രാവിലെയും മോർണിംഗ്, ആഫ്റ്റർ നമ്മളെ +1 എക്സാം ആഫ്റ്റർനൂണാണ്. അതും 5-ാം തീയതി തുടങ്ങുന്നതാണ്. +1 എക്സാം 5-ാം തീയതി തുടങ്ങിയിട്ട് 27-ാം തീയതി തീരും. അവർക്ക് നല്ല ഗ്യാപ്പുണ്ട്. ഈ +1 മക്കൾക്ക് പഠിക്കാൻ നല്ല ഗ്യാപ്പുണ്ട്. ആ സമയത്തെല്ലാം എഴുതി പഠിച്ചോണം. ഇച്ചിരി മറുതിയൊക്കെ വരും, മനുഷ്യരല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ പഠിക്കുക. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും മനസ്സ് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം, ആശംസകൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് ടപ്പേന്ന് വരും ഗൈസ്, മെയിലിങ് വരും കേട്ടോ മക്കളെ. അപ്പം നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, ബൈ.